പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹ അഭിവാദ്യങ്ങൾ. ഇന്ന് 2025 ഏപ്രിൽ മാസം 7-ാം തീയതി തിങ്കളാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ നാം ഏവരും ഒരു പുതിയ പ്രവർത്തന ആഴ്ചവട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം ഏവർക്കും സന്തോഷപ്രദവും അനുഗ്രഹപ്രദവും ആയി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം 33-ാം വാക്യം. ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 4 വേഴ്സ് 33 നാം ഇങ്ങനെ വായിക്കുന്നു: അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിന്റെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം ഈ ഭൂമിയിൽ പരിശുദ്ധാത്മാവിന്റെ ആവാസത്തോടുകൂടി സഭ സ്ഥാപിക്കപ്പെടുന്നു. തുടർന്ന് പത്രോസ് ശക്തമായ ദൈവവചനത്തിൽ കൂടെ എഴുന്നേറ്റ് തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ നിർവഹിക്കുകയും യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവനായി സകലത്തിനും സാക്ഷികളായി ഞങ്ങൾ ഉണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. പിന്നീടുള്ള അധ്യായങ്ങൾ നാം കാണുന്നത് വിശ്വാസ സമൂഹം വളരെ ശക്തമായി യേശുവിൽ വിശ്വസിച്ച് അപ്പോസ്തലന്മാരാൽ നടന്ന അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും സുവിശേഷം ഉൾക്കൊണ്ട് പുതിയ നിയമസഭ ദിനം പ്രതി വളർന്ന് വരുന്നതാണ്. ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. അവരുടെ പ്രസംഗം പുനരുദ്ധാനം ചെയ്ത യേശുവായിരുന്നു. അവരിൽ നിറഞ്ഞത് ദൈവത്തിന്റെ കൃപയായിരുന്നു. പ്രിയ ദൈവമക്കളെ, ഇന്ന് ഞാനും നിങ്ങളും ഒരു പരിശോധനയ്ക്ക് മുതിരേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സാക്ഷ്യം എന്താണ്? മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ യേശു എനിക്ക്, എന്റെ കുടുംബത്തിൽ, എന്റെ കുഞ്ഞുങ്ങളിൽ ചെയ്ത അത്ഭുത വിടുതലാണോ സാക്ഷ്യം? അതോ ഈ ലോകത്തിന്റെ മെറ്റീരിയലിസ്റ്റിക്കായി നാം നേടിയെടുത്തതും പ്രാപിച്ചതും എന്റെ കുടുംബത്തിനും വീട്ടുകാർക്കും ഉള്ള സ്വത്ത് വിവരങ്ങളുടെയും വിദ്യാഭ്യാസ യോഗ്യതയുടെയും സ്ഥാനമാനങ്ങളുടെയും പട്ടിക നിരത്തുന്നതാണോ നമ്മുടെ സാക്ഷ്യം? വളരെ ഗൗരവമായി ഓർക്കുകയും ഒരു പുനരവലോകനത്തിന് തയ്യാറാവുകയും വേണം. മാത്രമല്ല, ആ ദൈവമക്കളിൽ നിറഞ്ഞു നിന്നത് ധാരാളം ദൈവകൃപയുടെ വലിയ ഈറ്റില്ലമായിരുന്നു. ഇന്ന് ദൈവകൃപ അശേഷം ചോർന്നു പോയിരിക്കുന്നു. മറ്റു പലതും നമ്മെ ഭരിക്കുകയാണ്. സ്ഥാനമാനങ്ങൾ, പണം, പേര്, പ്രശസ്തി, മുൻസ്ഥാനം എന്നു വേണ്ട നീണ്ടു പോകുന്നു ഇന്നിന്റെ ആത്മീയ പശ്ചാത്തലങ്ങൾ. എന്നാൽ ഈ അപ്പോസ്തലന്മാർ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പറയുകയും ദൈവകൃപയിൽ നിലനിന്ന് വളരുകയും ചെയ്തതാണ്. പത്രോസിന്റെ ഒറ്റ പ്രസംഗത്തിൽ 3000 പേര് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് സഭയോട് ചേർന്ന് വന്നത് അപ്പോസ്തല പ്രവൃത്തികളുടെ ഓരോ അധ്യായങ്ങൾ നാം പഠിക്കുമ്പോൾ അത്
5000 പിന്നീട് കൂടിക്കൂടി വലിയ സഭകളായി മാറി. എണ്ണം പറയാത്ത വിധത്തിൽ വളരുവാനിടയായി. കാരണം അവർ സാക്ഷിച്ചത് അവരെ അല്ല, അവരുടെ ഉപദേശങ്ങളല്ല, അവർക്ക് വേണ്ടിയ കാര്യങ്ങളല്ല. അവർ ഉപദേശിച്ചതും പഠിപ്പിച്ചതും പ്രസംഗിച്ചതും ഉദ്ധാനം ചെയ്ത യേശുവിനെയാണ്. അവരിൽ നിറഞ്ഞത് സ്വാർത്ഥ താല്പര്യങ്ങളല്ല, കുടുംബത്തിന്റെ ആവശ്യങ്ങളല്ല, സ്വന്തമായി സഭയും കാര്യങ്ങളും സെറ്റ് ചെയ്ത് സ്വയം ഒരു വലിയ പ്രസ്ഥാനമായി മാറുന്ന ഇന്നിന്റെ ആത്മീയ ചിന്തകളുമായിരുന്നില്ല. അവരിൽ നിറഞ്ഞത് ദൈവത്തിന്റെ കൃപയായിരുന്നു. പലപ്പോഴും നാം പലരെയും വിരൽ ചൂണ്ടുമ്പോൾ ഒരുപക്ഷെ ഇന്നത്തെ വാഗ്ദത്ത വചനം നാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പല പേരുകൾ ഓടി വന്നേക്കാം, പല വ്യക്തികളെയും നമ്മൾ ഉള്ളിൽ ചിന്തിച്ചേക്കാം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ എന്നിലേക്കൊന്ന് നോക്കിക്കാട്ടെ. എന്താണ് എന്റെ അവസ്ഥ? 2025 4-ാം മാസത്തിന്റെ 7-ാം തീയതിയിൽ തമ്പുരാൻ എന്നെ എത്തിച്ചു. ഞാൻ എന്ത് സാക്ഷ്യമാണ് കർത്താവിന് വേണ്ടി ചെയ്തിട്ടുള്ളത്? ഞാൻ പള്ളിയിലോ ആരാധനയിലോ കൂട്ടായ്മയിലോ എന്ത് ചെയ്താലും എന്നെ ഉയർത്തുവാൻ, എന്നിൽ കൂടെ ഞാൻ ചെയ്ത പ്രവൃത്തികളെ ഉയർത്തുവാനല്ലാതെ യേശു എത്രത്തോളം ഉയർന്നിട്ടുണ്ട്? നാം വളരെ വ്യക്തമായി ഒരു ഉത്തരം കണ്ടെത്തണം. എന്നിൽ നിറഞ്ഞിരിക്കുന്നത് ദൈവകൃപയാണോ, അതോ പകയുടെയും ദ്വന്ദ്വപക്ഷത്തിന്റെയും ജാരസംഖ്യയുടെയും ദേഷ്യങ്ങളുടെയും കലഹങ്ങളുടെയും ദുരാത്മാവാണോ? അതുകൊണ്ടല്ലേ നമുക്കൊന്നിച്ചു പോകുവാൻ പറ്റാത്തത്, ഒന്നിച്ചാരാധിക്കുവാൻ പറ്റാത്തത്, മത്സരിച്ച് മാറി നിൽക്കുന്നത്? അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 30 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവർ ഏക ഹൃദയമുള്ളവരായി, ഏക ഭാവമുള്ളവരായിരുന്നു. അതുകൊണ്ടാണ് അവരിൽ ദൈവകൃപ വ്യാപരിച്ചത്. നമ്മിൽ ഏതാത്മാവാണ് വ്യാപരിക്കുന്നത്? കലക്കത്തിന്റെയും ഭിന്നതയുടെയും കലഹത്തിന്റെയും ആത്മാവല്ലേ? ആവശ്യത്തിനും അനാവശ്യത്തിനും ചോദ്യം ചെയ്യുകയും പിണങ്ങി മാറുകയും ദൈവത്തോടും ദൈവസഭയോടും ദൈവമക്കളോടും പലപ്പോഴും ബഹളമുണ്ടാക്കി, അടിയുണ്ടാക്കി പിന്തിരിഞ്ഞു പോവുകയും അനേകരെ ദൈവസഭയിൽ നിന്നും പിന്തിരിപ്പിക്കുന്ന ദുഷ്ട ആത്മാവിന്റെ അടിമകളായി തീർന്നില്ലേ? ഇന്ന് അങ്ങനെ ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ, സഹോദര സഹോദരി, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് താങ്കളോട് ഇന്ന് രാവിലെ ഹൃദ്യമായി സംസാരിക്കുകയാ, ഇടപെടുകയാ. ഇത് ഏറ്റെടുക്കണം. എന്നെയും കുറെ അധിക്ഷേപം പറഞ്ഞ് ഞാൻ ചെയ്യുന്നതാണ് ശരി എന്ന് ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ, സഹോദര, നീക്കുപോക്കില്ലാതെ ദൈവസന്നിധിയിൽ നാം മാറ്റപ്പെടും, തഴയപ്പെടും, തള്ളപ്പെടും, സംശയമില്ല. അതുകൊണ്ട് കലക്കത്തിന്റെയും കലഹത്തിന്റെയും ദുഷ്ടചിന്തയുടെയും പിന്തിരിപ്പിന്റെയും ദുരാത്മാവിനെ മാറ്റിക്കളഞ്ഞ് അപ്പോസ്തലന്മാർ ദൈവകൃപയാൽ നിറഞ്ഞതുപോലെ നാം ദൈവകൃപയാൽ നിറയണം. അപ്പോൾ നമ്മുടെ കുടുംബത്തിനകത്ത് സന്തോഷം വരും. ഭർത്താവും ഭാര്യയും ഹൃദയം തുറന്ന് സംസാരിച്ചിട്ട് എത്ര ദിവസങ്ങളായി? ഭർത്താവ് ചെയ്യുന്നത് ഭാര്യ അറിയുന്നില്ല, ഭാര്യ ചെയ്യുന്നത് ഭർത്താവും അറിയുന്നില്ല. ഇങ്ങനെ അങ്ങ് ജീവിക്കുന്നു. പ്രിയ പിതാവേ,
താങ്കളുടെ മകനുമായി സംസാരിച്ചിട്ട് എത്ര മാസങ്ങളായി? നിങ്ങൾ ആവശ്യത്തിന് പണം അയച്ചു കൊടുക്കുന്ന വെറും ഒരു ബാങ്കിംഗ് ആയി മാത്രം നിൽക്കുകയല്ലേ? പ്രിയ സഹോദരങ്ങളെ, എവിടെയാണ് കുഴപ്പം? സ്വയം ചിന്തിക്കുക. നാം പലരോടും പലയിടത്തും സഭകളിലും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ കുടുംബങ്ങളിൽ ഇന്നല്ലെങ്കിൽ നാളെ നിഴലിക്കും. കൂട്ടായ്മയിലും സഭയിലും ദൈവമക്കൾക്കിടയിലും ഇങ്ങനെയുള്ള അനാവശ്യ പൊളിറ്റിക്സ് കളിച്ച ഒരു വ്യക്തിയും അനുഗ്രഹമായി പോയ ചരിത്രമില്ല. അത് നമ്മുടെ മുമ്പിൽ ഒന്നല്ല 1000 തെളിവുകൾ ഇന്നും ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ദൈവകൃപയാൽ നിറയണം. ഉദ്ധാനം ചെയ്ത യേശുവായിരിക്കണം നമ്മുടെ സാക്ഷ്യ വിഷയം, പ്രസംഗ വിഷയം, സംസാര വിഷയം. അല്ലാതെ ദൈവദാസന്മാരോ സഭയിലെ പ്രശ്നങ്ങളോ സഭയ്ക്ക് നേതൃത്വം നൽകുന്നവരെ ഒന്നും ആയിരിക്കരുത് നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം ഉദ്ധാനം ചെയ്ത യേശു. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ ഭാരം മാറും, വ്യാകുലതകൾ മാറും, സന്തോഷത്താൽ നിറയും. എന്താ കാര്യം? ദൈവകൃപയാൽ നിറയുമ്പോൾ നമുക്ക് മറ്റൊന്നിനെ കുറിച്ചും വിചാരമില്ല, ചിന്തയില്ല, ഭാരമില്ല. കാരണം തമ്പുരാൻ നോക്കിക്കൊള്ളും. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ജീവജലത്തിന്റെ ഓരോ പ്രേക്ഷകരും സ്വർഗത്തിലെ ദൈവകൃപയാൽ നിറയുന്നവരായി തീരട്ടെ. തന്മൂലം നിങ്ങളുടെ ഭാരം, വേദന, സങ്കടം, വിഷാദം ഒക്കെ മാറി നിറവുള്ളവരായി, സന്തോഷമുള്ളവരായി, അനുഗ്രഹമുള്ളവരായി തീരട്ടെ. മാത്രമല്ല യേശുവിനെ ശക്തിയോടെ സാക്ഷിക്കുന്നവരായി തീരട്ടെ. പ്രതികൂലമേറിയ ജീവിതയാത്രയിൽ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിക്ക് ജീവിക്കുവാൻ ബുദ്ധിമുട്ടേറി വരുന്ന ഈ നൂറ്റാണ്ടിൽ ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ സാക്ഷിക്കുവാൻ അമിതമായ ദൈവകൃപ നമ്മുടെ മേൽ ചൊരിയട്ടെ. അങ്ങനെ ധന്യമായ ജീവിതത്തിന്റെ ഉടമകളായി നാമും നമ്മുടെ തലമുറയും നമ്മുടെ സഭയും കർത്താവിന്റെ വരവ് വരെ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാനും അനേകരെ ദൈവരാജ്യത്തിന്റെ പന്തിക്കിരിക്കത്തക്കവണ്ണം ഒരുക്കുവാനും ദൈവകൃപയോടെ നിലനിർത്തുവാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും ഒരുക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമുക്ക് ഒരു പുനർവിചിന്തനത്തിന് ഇടയായി തീരട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. നിത്യമായ സ്നേഹത്താൽ ഞങ്ങളെ എല്ലായ്പ്പോഴും സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ പുത്തൻ പ്രവർത്തന ആഴ്ചവട്ടത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഓരോ ദിനവും അങ്ങയുടെ ദാനമാണെന്ന് അറിഞ്ഞുകൊണ്ട് നന്ദിയുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. ഒരു സമയത്ത് യേശുവിന്റെ കൂടെ ഉള്ളവൻ എന്ന് പറയുവാൻ മടിച്ച പത്രോസ്, എല്ലാവരും ചിതറി ഓടി അങ്ങനെ ഭയപ്പെട്ട് പലയിടങ്ങളിലായിരുന്ന ശിഷ്യന്മാർ ഇതാ ഒത്തുകൂടി പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മ ശക്തി പ്രാപിച്ചപ്പോൾ അവർ മഹാശക്തിയോടെ തങ്ങൾ സാക്ഷ്യം വഹിച്ച ഉയർത്തെഴുന്നേറ്റ യേശുവിനെ സാക്ഷിച്ചു. അവരുടെ മേൽ ധാരാളം കൃപ വ്യാപരിച്ചു. ഈ നിലകളിൽ ഞങ്ങളുടെ ജീവിതമായി തെന്നുവാൻ അപ്പാ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ ജീവിച്ച് അനേകരെ യേശുവിന് വേണ്ടി നേടി യുഗായുഗങ്ങൾ അങ്ങയോട് ചേർന്ന് ജീവിപ്പാൻ ഇടയാകണമേ. സ്വർഗത്തിലെ കൃപ ഞങ്ങളുടെ മേൽ വ്യാപരിക്കുമ്പോൾ ഞങ്ങളുടെ ഭാരങ്ങളും പ്രയാസങ്ങളും മാറി ഏക ചിന്തയും
ഏകഭാവമുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ. അങ്ങനെ ഇന്നത്തെ ദിനം വചനപ്രകാരം സ്വയം ക്രമീകരിക്കപ്പെട്ട് ദൈവകൃപയോടെ മുന്നേറുവാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ ദൈവമക്കളെ, അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ സാക്ഷിച്ചുവെങ്കിൽ ഞാനും നിങ്ങളും അത് പിന്തുടരണം. നോമ്പ് മുറിയാതെ എടുത്തത് കൊണ്ടും ആചാര അനുഷ്ഠാനങ്ങൾ ചെയ്തതുകൊണ്ടും ഉയർത്തെഴുന്നേറ്റ യേശുവിനെ സാക്ഷിക്കുന്നത് ആവുകയില്ല. ദൈവകൃപ അമിതമായി നമ്മിൽ നിറയട്ടെ. നമ്മുടെ ഉള്ളിലുള്ള സകലതും ദൈവകൃപ നിറയുമ്പോൾ പുറത്താകട്ടെ. ദൈവകൃപയാൽ നിറയുമ്പോൾ നമ്മുടെ മുഖം പ്രസാദമാകും, സന്തോഷമാകും. നിരാശയുടെ കരുനിഴൽ മാറിപ്പോകും, മ്ലാനത വിട്ടുപോകും, ദൈവകൃപയാൽ നിറയും. അങ്ങനെ നന്മയും സന്തോഷവും അനുഗ്രഹവുമുള്ള ഒരു ധന്യദിനമായി ഇന്നത്തെ ദിനം തീരട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഏറെ സഹായിക്കുകയും ചെയ്യട്ടെ. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കോടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ്സസ് ഓൾ.